ജെനിസ് മീഡിയയിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്വാഗതം ചെയ്യാണ്. ഇന്ന് ഞാനൊരു വ്യത്യസ്തമായ ഒരു വിഷയത്തിലേക്ക് കിടക്കുകയാണ്. ആലക്കോട് കൺവെൻഷൻ ലോകം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മഹാ കൺവെൻഷനായി മാറിയെന്ന് വിചാരിക്കുന്നു. ബ്രദർ സജിത് ജോസഫ് നടത്തിയ ആ കൺവെൻഷൻ ആയിരങ്ങൾ ലക്ഷങ്ങൾ അവിടുന്ന് ബക്കറ്റ് വിരുവായി സ്തോത്രകാഴ്ച കൊണ്ടുപോയി എന്നുള്ള വലിയൊരു സംസാരം ഇന്ന് ചാനലിലെല്ലാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെല്ലാം തരംഗമായി മാറിയിരിക്കുകയാണ്. ഞങ്ങൾ ഇതിനെക്കുറിച്ചൊരു അന്വേഷണം ഈ ദിവസങ്ങൾ നടത്തി. ആലക്കോട് കൺവെൻഷൻ സംഘടിപ്പിച്ചത് കോട്ടയം ക്രിസ്ത്യൻ ഗ്രൂപ്പാണ്. ബ്രദർ സജിത് ജോസഫ് അല്ല കൺവെൻഷൻ നടത്തിയത്. ബ്രദർ സജിത് ജോസഫ് ആ കൺവെൻഷനിൽ വന്ന് ശുശ്രൂഷ ചെയ്തു. അത് മുഴുവൻ കോർഡിനേഷൻ ചെയ്തത് മുഴുവൻ കോട്ടയം ക്രിസ്ത്യനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, വർഷങ്ങളായി ചെറിയ കുട്ടികൾ മുതലേ യൂത്തിനെയും ഇങ്ങനെ ലോകം മുഴുവൻ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വ്യത്യസ്ത ബ്രദേഴ്സും അച്ഛന്മാരും പിതാക്കന്മാരെ വിളിച്ചുകൊണ്ട് ലോകം മുഴുവൻ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു ഗ്രൂപ്പാണ് കോട്ടയം ക്രിസ്ത്യൻ. കോട്ടയം ക്രിസ്ത്യന്റെ നേതൃത്വത്തിലാണ് ആലക്കോട് കൺവെൻഷൻ നടന്നത്. 3 ദിവസത്തെ കൺവെൻഷൻ നടന്നത്. അവിടെ പ്രസംഗിക മാത്രമാണ് ബ്രദർ സജി ജോസഫിനുണ്ടായിരുന്നത്. അവിടെ ഒരു ബക്കറ്റ് പിരിവോ മറ്റ് ബ്രദറിന്റെ ആ പ്രസംഗത്തിന്റെ ഇടയിലെ ബ്രദറിന്റെ ഫോൺ നമ്പർ കൊടുക്കുകയോ അക്കൗണ്ട് നമ്പർ കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. അവിടുത്തെ റിപ്പോർട്ട് ഞങ്ങൾ കോട്ടയം ക്രിസ്ത്യനിൽ പോയി അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ 1,71,386 രൂപയാണ് ഈ 3 ദിവസങ്ങളിൽ സ്തോത്രകാഴ്ച ലഭിച്ചത്. പിന്നീട് ആ കണക്കുകൾ ഞങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ -800 അതിന്റെ ലാഭവിഹിതം. നമുക്കറിയാം -800 എന്ന് പറഞ്ഞാൽ അവിടുത്തെ നമ്മൾ അഡ്വർടൈസ്മെന്റ് ഇല്ലെങ്കിൽ ആ പള്ളിയിലുള്ള ചെലവുകൾ അല്ലെങ്കിൽ ബ്രദർ സജി ജോസഫും ആ 4 പേര് പോയിട്ട് വരുന്നത്, ക്രിസ്ത്യൻ ടീം പോയിട്ട് വന്നത്, അങ്ങനെ എല്ലാ ചെലവും കഴിഞ്ഞ് നോക്കി കഴിഞ്ഞപ്പോൾ -800 എത്തിയിരിക്കുകയാണ്. അമേ ഹല്ലേലൂയ. പലപ്പോഴും ഇന്ന് വലിയ ചർച്ച വിഷയമാണ് ധ്യാന ഗുരുക്കന്മാരെ ധ്യാനത്തിന്റെ പേരില് ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നത്. അത് അസൂയാണോ അതോ ഈ ധ്യാനത്തിനെ എതിർത്ത് സംസാരിക്കുന്ന ഒരു വിഭാഗത്തിന്റെ അജണ്ടയാണോ എന്നറിയില്ല. എന്തോ ആകട്ടെ, പക്ഷേ ബ്രദർ സജിത് ജോസഫ് ഈ കുറച്ച് ദിവസങ്ങൾ മുഴുവൻ പല പേരില് പല കാര്യത്തിന്റെ പേരില് ഇന്ന് അവഹേളിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു സുവിശേഷം നിലയ്ക്ക് തന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം കുരിശെടുത്ത് തന്നെ പിന്നാലെ വരട്ടെ. അതെ, കുരിശെടുത്ത് നടന്നുകൊണ്ടിരിക്കുക ബ്രദർ സജി ജോസഫ്. ഇവിടെ ഞങ്ങൾ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത് സമ്പത്തിന്റെ മേഖലയിലേക്കാണ്. ആ കൺവെൻഷൻ ആധികാരികമായി സംഘടിപ്പിച്ചത് ക്രിസ്ത്യൻ ഗ്രൂപ്പാണ്. അതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്, ഞാൻ അവിടെ നേരിട്ട് ചെന്ന് അതിന്റെ കണക്കുകൾ പരിശോധിച്ച് കഴിഞ്ഞപ്പം ഞാനിപ്പം വലിയ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഒന്നുമല്ല, ഇനി കണക്കുകൾ പരിശോധിച്ചു. ഇനി എന്തിനേയും നമ്മൾ വേണമെങ്കിൽ നെഗറ്റീവായിട്ട് എന്ത് വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും പറയാം. ഞങ്ങളും ധ്യാനിപ്പിക്കാൻ പോകാറുള്ളതാണ്. ഈ കണ്ണൂർ ഏരിയയിൽ ഒരുപാട് കൺവെൻഷനുകൾ ഞങ്ങൾ നടത്തിയിട്ടുള്ളതാണ്. ഞങ്ങൾക്കും അവിടെ കൺവെൻഷനൊക്കെ നടത്തി ഈ സ്തോത്ര കാഴ്ച അല്ലെങ്കിൽ ബക്കറ്റിൽ എടുക്കുന്ന ആ ഫണ്ട് അതൊക്കെ കഴിഞ്ഞ് ചെലവുകൾ കഴിഞ്ഞ് വരുമ്പോൾ ഒന്നും കിട്ടാറൊന്നുമില്ല. ഉണ്ടാകുന്ന ഞങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വലിയ കെട്ടിടങ്ങളൊന്നും ഞങ്ങൾ പണിയുന്നൊന്നുമില്ല. ഈ സുവിശേഷകര് ഇവാഞ്ചലിസ്റ്റ് ജീവിക്കുന്ന ചിലർ ഫുൾ ടൈമേഴ്സ് ഉണ്ട്, അതിൽ ദരിദ്രരായ വ്യക്തികളുണ്ട്, സമ്പന്നരായ വ്യക്തികളുണ്ട്, പ്രൊഫഷണലായി ജോലി ചെയ്യുന്ന വ്യക്തികളുണ്ട്. അവർ പലരും ചിലപ്പം ജോലി ഉള്ളത് കൊണ്ട് തനിക്ക് വേറെ ഒന്നും വേണമെന്ന് പറയുന്ന ഒരു വ്യക്തികളുണ്ട്. ചിലർ ബിസിനസ് ചെയ്യുന്ന വ്യക്തികളുണ്ട്. ചിലപ്പോൾ ചില സാഹചര്യം കൊണ്ട് അവിടെ ഒരുപാട് പ്രാവശ്യം പോകുന്നതുകൊണ്ട് തരുന്ന മേടിച്ച് വരുന്നവരുണ്ട്. അങ്ങനെ പല വിധത്തിലാണ് സുവിശേഷകർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ആത്മായരായിക്കോട്ടെ, വൈദികരായിക്കോട്ടെ, സന്യസ്തരായിക്കോട്ടെ, ആരായിക്കോട്ടെ, ഈ ധ്യാന മന്ത്രങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും ഇല്ലെങ്കിൽ കൺവെൻഷനിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴൊക്കെ ഈ ലഭിക്കുന്ന സമ്പത്ത് മുഴുവൻ കോടികള് എന്നുള്ള തെറ്റായ ഒരു ധാരണയില് അത് ഞങ്ങളെ വ്യക്തിപരമായ ജീവിതത്തില് ഞങ്ങളുടെ ശുശ്രൂഷ വഴി 18 വർഷം ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ്.
നമ്മളൊരാളെ കുരിശിൽ തറയ്ക്കുമ്പോൾ അതിന് വ്യക്തമായി തിരിച്ചറിയാതെ, അതിന്റെ വ്യക്തത തിരിച്ചറിയാതെ ചുമ്മാ അങ്ങ് കുരിശിൽ തറയ്ക്കുകയാണ്. ഇല്ലെങ്കിൽ യൂട്യൂബ് ചാനലിലെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ റീച്ച് ലഭിക്കാൻ വേണ്ടി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരാളെ മാക്സിമം കുരിശിൽ തറയ്ക്കാമെങ്കിൽ മാക്സിമം അങ്ങ് കുരിശിൽ തറയ്ക്കുമ്പോൾ എന്തൊരു സുഖമല്ലേ. ഇത് തിരിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന ഒരു അവസ്ഥയുണ്ടായിരിക്കെ. താൻ കുഴിക്കുന്ന കുഴിയിൽ താൻ തന്നെ വീഴുമെന്ന് വിശുദ്ധ ഗ്രന്ഥം പറഞ്ഞിട്ടുണ്ട്. ഒരു സംഭവം ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അവസാനിക്കുന്ന, ചുമ്മാ ഒരു വ്യക്തിയെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ആ വ്യക്തിയെ എത്രമാത്രം താറടിക്കാൻ പറ്റുമെങ്കിൽ അത്രമാത്രം താറടിക്കുമ്പോൾ കുറെ കയ്യടി നമുക്ക് ലഭിക്കുന്നുണ്ട്. നല്ലതാ. ജനം എപ്പോഴും കൈയടിക്കാനും കൈ അടിക്കാതിരിക്കാനും ഒക്കെ ആ ജനത്തിന്റെ അത് പ്രത്യേക ഒരു മാനസികാവസ്ഥയാ. എന്തോ ആകട്ടെ, പക്ഷെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് അത് ഏത് മതസ്ഥരാണെങ്കിലും ഒരു വ്യക്തിയെ അങ്ങ് കാറടച്ച് അവഹേളിക്കുമ്പോൾ ഒന്ന് ഓർക്കണേ, നമ്മുടെ കുടുംബത്തിലും നമ്മൾ ചെയ്യുന്ന ഈ ജോലികളിലും തെറ്റുകളൊന്നും സംഭവിക്കാതിരിക്കില്ലോ. ഇതിപ്പോ തെറ്റ് സംഭവിച്ചാലും എല്ലാവരും പ്രത്യേകിച്ച് ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തി കഴിഞ്ഞപ്പോൾ, ഞാൻ വീണ്ടും റിപ്പീറ്റ് പറയാണ്, 1,71,386 നിങ്ങൾ പോയി അന്വേഷിച്ചോ. നമുക്ക് എല്ലാവർക്കും ശുശ്രൂഷ ചെയ്യണം. ഈ ശുശ്രൂഷ എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ അങ്ങ് നശിപ്പിക്കാനല്ല, മറിച്ച് ആ ശുശ്രൂഷയിലൂടെ അവർക്ക് വേണ്ട കാര്യങ്ങൾ കൊടുക്കാൻ വേണ്ടി ഒരുപാട് എക്സ്പെൻസ് നമുക്ക് വരുന്നുണ്ട്. ഞാൻ ആരെയും പേര് ഏത് ചാനലാണ് എന്തോ ചാനൽ ഞാൻ ഒന്നും പറയുന്നില്ല, മറിച്ച് ഞങ്ങളുടെ അന്വേഷണം, ഞങ്ങൾ ഇതുവരെ സൈലന്റ് ആയിരിക്കാനുള്ള കാരണം ചെയ്യാൻ ഞങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അതിന്റെ റിപ്പോർട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അതിന് വലിയ ലാഭങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. പക്ഷെ വലിയ അനുഗ്രഹങ്ങള് ആ കൺവെൻഷനിൽ നടന്നിട്ടുണ്ട്. ആ വലിയ അനുഗ്രഹങ്ങള് ആ കൺവെൻഷനിൽ നടന്നു കഴിഞ്ഞപ്പോൾ പിശാചിന് വെറുതിരിക്കാൻ പറ്റിയില്ല. പിശാച് ഇങ്ങനെയുള്ള കൺവെൻഷനുകളെയും ധ്യാനങ്ങളെയും ഒക്കെ അത് ഏതെങ്കിലും തരത്തില് ബ്ലോക്ക് ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ട് അവൻ പദ്ധതി ഇട്ടു. ആ പദ്ധതിയിൽ ചിലർ വീണു, അത്രമാത്രം. ഞാൻ ചുരുക്കുന്നു. ആമേൻ.